വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജിക്കടുവയെ വെടിവെച്ചു കൊല്ലാൻ കൂടുതൽ സംഘങ്ങൾ 10 സംഘങ്ങളായാണ് വയനാട്ടിലേക്ക് ഇതിനായി എത്തുന്നത്. ഓരോ സംഘത്തിലും 8 പേർ വീതമുണ്ടായിരിക്കും. പോലീസിലെ ഷാർപ്പ് ഷൂട്ടേഴ്സ് സംഘത്തിൽ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ആക്ഷൻ പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട്. 8 സംഘങ്ങളായി നാളെ വനാതിർത്തി വളയും. പ്രദേശത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചു. 48 മണിക്കൂർ അതിനിർണായകം. പഞ്ചാരക്കൊല്ലിയെ വിറപ്പിക്കുന്ന കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള നിർണായക നീക്കത്തിനാണ് ദൗത്യസംഘം തയ്യാറെടുക്കുന്നത്. ഇതിനായി ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറായി. നരഭോജി കടുവയ്ക്കായുള്ള തെരച്ചിലിന് 8 പേർ അടങ്ങുന്ന 10 ടീമുകളിലായി 80 പേരാണ് രാവും പകലും പട്രോളിംഗ് നടത്തുന്നത്. അതീവ ജാഗ്രതയുള്ളതിനാൽ പ്രദേശത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചു. കടുവയെ എത്രയും വേഗം വെടിവെച്ചു കൊല്ലാനാണ് തീരുമാനം. അടിയന്തര ആവശ്യങ്ങൾക്കായി 50 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാണ് പണം കൈമാറുക. ഇന്ന് ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് തീരുമാനമായത്. ഇന്ന് തെരച്ചിൽ നടക്കുന്നതിനിടയിൽ കടുവ RRT അംഗത്തെ ആക്രമിച്ചിരുന്നു. സംഘാംഗം ജയസൂര്യയുടെ വലതു കൈക്കാണ് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കടുവ ദേഹത്തേക്ക് ചാടി വീഴുകയായിരുന്നു. ഷീൽഡ് കൊണ്ട് തടഞ്ഞതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ജയസൂര്യയെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. RRT സംഘം കടുവയെ വെടിവെച്ചെങ്കിലും കൊണ്ടില്ല. കടുവ നിലവിൽ ദൗത്യസംഘത്തിന്റെ നിരീക്ഷണ വലയത്തിലാണ്. തിരച്ചിലിനായി കുങ്കിയാനകളെയും എത്തിച്ചു. കടുവയെ കൊല്ലാൻ ഉത്തരവിറങ്ങുന്നത് ആദ്യമായാണ്. 2013 ബത്തേരി മൂലങ്കാവിൽ ഉത്തരവില്ലാതെ കടുവയെ കൊന്നിരുന്നു. അന്ന് വനംവകുപ്പ് സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ച കടുവയെയാണ് വെടിവെച്ചു കൊന്നത്. ക്യാമറമാൻ സുനിൽ മുണ്ടോത്തിനൊപ്പം രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്, വയനാട്.